ആ അഭിപ്രായം ശരിക്കും നടപ്പാക്കേണ്ടത് വർത്തമാനകാലത്ത് ആവശ്യമാണ്. സാധാരണഗതിയിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. കൊറോണ വന്നതുകൊണ്ട് 10 കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ ആ ജാതി സെൻസസ് എടുക്കുന്ന കൂട്ടത്തിൽ ജാതി കൂടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് എടുത്തുവെങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം. കാരണം കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങൾ പല സംസ്ഥാനങ്ങൾക്കുണ്ട്. ആ സംവരണത്തിൻ്റെ പെർസെൻറ്റേജും അവന് പലർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നും കിട്ടിക്കൊടുക്കുന്നത് പലതും കൂടുതലാണെന്നും ഒക്കെ സംവരണ സമുദായത്തിനകത്ത് തന്നെ അസംതൃപ്തിയുണ്ട്. ഇതില്ലാതാക്കണമെങ്കിൽ സുതാര്യമായ ഒരു ജാതി സെൻസസ് ഇപ്പോൾ എടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം പൂർണ്ണമായും സുതാര്യമായും സത്യസന്ധമായും നീതിപരമായും കൊടുക്കാൻ സാധിക്കും. നല്ലത് തന്നെ. അല്ല, എന്നിട്ട് പോയി ഞാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ജാതിയുണ്ട് മതമുണ്ട് ഇതന്നെ പറഞ്ഞു. കേരളം ജാതിയില്ല മതമില്ല എന്നൊന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവർക്ക് തന്നെ ഏറ്റവും ജാതിയുള്ളവരാണ്. കാരണം ഇവിടെ ജാതി സംവരണം ഇവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, അമ്പക്കര ഭരണഘടനയിലുണ്ട്. അപ്പോൾ ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, വർഗമുണ്ട്. അപ്പോൾ ജാതി സംവരണം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് അങ്ങനെ പറഞ്ഞ ആളെ പറ്റിക്കില്ല. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങളാണ് ആദ്യം ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റ് വേണ്ടതെന്ന് പറഞ്ഞ് BJPയും കോൺഗ്രസും എല്ലാം ഒരേ സമയത്ത് നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് രാജ്യത്ത് ആവശ്യപ്പെട്ടത്, രാഹുൽ ഗാന്ധിയാണ് ഇത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് എന്നിങ്ങനെ പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഒരു മത്സരത്തിന് വേണ്ടി കാണോ ശരിക്കും ജാതി സെൻസസ് നടത്തുന്നത്? കാരണം ഓരോരുത്തരും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ എല്ലാവരും സ്വാഭാവികമായിട്ടാണ് മത്സരിക്കുമല്ലോ. അതൊക്കെ നടന്നോട്ടെ. നമ്മളതിനെപ്പറ്റി വലിയ തർക്കിക്കണ്ടേ. ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെയ്ത കാര്യം നല്ലത് തന്നെ. ആര് ക്രെഡിറ്റ് അടിച്ചാലും ചെയ്ത കാര്യം നല്ലത് തന്നെ. ഇപ്പോൾ വിഴിഞ്ഞ ഹാർബർ ഇതിനെപ്പറ്റി ക്രെഡിറ്റ് അടിക്കാൻ പറയുമ്പോൾ അങ്ങും ഇങ്ങും പറയുന്നില്ലേ, ഇതെല്ലാം തർക്കമാണ്. പക്ഷേ നമ്മളെല്ലാത്തിനും ആകെ കൂട്ടി ചിന്തിക്കുമ്പോൾ കാര്യം നന്നായിരിക്കുന്നു, ജോറായിരിക്കും. ചർച്ച നടന്നു, ഭീകരാക്രമണം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ജാതി സെൻസസ് കേന്ദ്ര സർക്കാർ വാദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് ഇത് മറയ്ക്കാൻ വേണ്ടിയാണോ അതല്ല? അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ ഭാവനയിൽ ചിന്തയനുസരിച്ച് അത് ചിന്തിക്കാം എന്നുള്ളതല്ലാതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്തകളാണല്ലോ. ഓരോ പാർട്ടിക്കും ഓരോ രീതിയിലുള്ള ചിന്തകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ചിന്തകളും ഭാവനകളും അതനുസരിച്ച് പറഞ്ഞുവെങ്കിൽ അത് ആ രീതി നമ്മൾ കണ്ടാൽ മതി.